ഹലോ വെൽക്കം ടു അൺലേൺ വിത്ത് അജ്മൽ. ജൂൺ 18-ാം തീയതിയാണ് നെറ്റ് പരീക്ഷ നടന്നത്. ജൂൺ 19-ാം തീയതി രാത്രി തന്നെ യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ ആ എക്സാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് എക്സാം, അതിന്റെ ക്യാൻസലേഷൻ, അതുണ്ടാക്കുന്ന ഇമ്പാക്ട്, നെറ്റ് എക്സാം എത്രത്തോളം ഇന്ത്യയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് തുടങ്ങിയ വിഷയങ്ങളിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നെറ്റ് ആസ്പിറൻസിന് വളരെ സുപരിചിതനായിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അനീസ് പൂവത്തിയാണ്. ഐഫർ എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. എന്ന് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ നെറ്റ് ഹോൾഡർ ആയിട്ടുള്ള ആളാണ്. 8 വിഷയങ്ങളിൽ നെറ്റും 2 JRF ഉള്ള ആളാണ്. ഇന്ത്യയിലാകെ 8 നെറ്റുള്ള 2 ആളുകളേ ഉള്ളൂ. അതിൽ ഒരാളാണ് അനീസ്. ഓക്കെ, അപ്പോൾ അറൌണ്ട് 40,000-ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുള്ള പരിചയവും അനീസിന് ഈ ഒരു സെഗ്മെന്റിലുണ്ട്. അപ്പോൾ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ആക്ച്വലി നെറ്റ് എക്സാം എന്നുള്ളത്? നെറ്റ് എന്നുള്ളത് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ്, പക്ഷേ ആ ഒരു പേരിൽ ഒതുങ്ങുന്നതാണോ ആക്ച്വലി നെറ്റ് എക്സാം എന്നുള്ളത്? അല്ല, യഥാർത്ഥത്തിൽ നെറ്റ് നമ്മൾ പറഞ്ഞ പോലെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ് പറയുക. ഇത് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ, എസ്പെഷ്യലി ആർട്സ് സബ്ജക്റ്റിൽ ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു കമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അതായത് ഒരാൾ ഹിസ്റ്ററിയിൽ എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മത്സരാധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയാൻ അയാൾക്ക് യോഗ്യത ഉണ്ടാവുന്നത് ഈ ഒരു നെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. നെറ്റ് മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് പല പരീക്ഷകളും നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ അടുത്തൊരു അഡ്മിഷന് വേണ്ടിയിട്ടായിരിക്കും. നെറ്റ് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്, ഒരു ലൈഫ് ലോങ് എലിജിബിലിറ്റിയാണ്. ഒരിക്കൽ നിങ്ങൾ ഹിസ്റ്ററിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്താൽ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്ത്യയിലെ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. മാത്രമല്ല PGക്ക് ശേഷമുള്ള ഫർദർ ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്റ്റുകളിലേക്കുള്ള പഠനത്തിന്, അത് PhD ആവട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നെറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു കേവലം എലിജിബിലിറ്റി എന്നല്ല, മുന്നോട്ട് പോവാൻ ഒരു പരിധി വരെ നെസസറി ആയിട്ടുള്ള PhD അടക്കം നെറ്റ് സ്കോർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ് പ്രകാരമായിട്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും PhD അഡ്മിഷനും നെറ്റിന്റെ മാർക്കായിരിക്കും ഉണ്ടാവുക. അതും ലാസ്റ്റ് 1 ഇയർ ഉള്ള നെറ്റിന്റെ മാർക്കാണ് 70% പ്രയോറിറ്റി വരിക എന്നുള്ളതാണ്. സോ വിച്ച് മീൻസ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു കരിയർ എക്സ്പാൻഷൻ ഉണ്ടാവണമെങ്കിൽ നെറ്റ് ഈസ് കമ്പൽസറി. അപ്പോൾ ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെറ്റ് എക്സാം പെട്ടെന്ന് ഒരു ദിവസം നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ഡാർക്ക് നെറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുണ്ട്, അത് ഹോം മിനിസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞത്. ഇത് വളരെ ആകസ്മികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണോ? അതായത് ലൈക്ക് വളരെ പെർഫെക്റ്റായി നടന്നു വന്നിരുന്ന ഒരു എക്സാം, ഇത്രയും കാലം നടന്നു വന്നിരുന്ന ഒരു എക്സാം ഈ ഒരു പ്രാവശ്യം സംഭവിച്ച ഒരു അനോമലിയാണോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് എന്നുള്ളത്? അതല്ല, നമുക്ക് എന്താ പറയുക, കുറേ പ്രശ്നങ്ങൾ ഓൾറെഡി NTA ഈ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയും ഇപ്രാവശ്യം മാത്രം സംഭവിച്ചതാണെങ്കിൽ നമുക്കൊരു ഹ്യൂമൻലി എറർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ NTA എക്സാമുകൾ അസസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള കെയർലെസ്നെസ് അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അപ്രോച്ച് നമുക്ക് കാണാൻ പറ്റും. 2016-17 തൊട്ടിട്ട് നെറ്റ് എക്സാമിനെ കുറിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കോവിഡ് കാലത്താണ് NTA കൂടുതലായിട്ട് വരുന്നത്, 2018 ഡിസംബർ, അതിനുശേഷമാണ്. അതിലുള്ളൊരു കാര്യമാണ് വളരെ അനിയന്ത്രിതമായിട്ട് ഒരു എക്സാം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ഓക്കെ, അതായത് ഒരു എക്സാമിന് 3, 4, 5 തവണ നീട്ടി. കാരണം പറയാറെന്താണ്? കാരണം പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല, ഡ്യൂ ടു സം റീസൺസ് ആൻഡ് അതർ തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കും. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റുകൾ വളരെ ലേറ്റ് ആയിട്ട് റിലീസ് ചെയ്യാം, എക്സാമിന് 2 ദിവസം മുമ്പ്, 3 ദിവസം മുമ്പ്. ചില കേസുകൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഈ എക്സാമുകൾക്ക് ഓരോ ഓൺലൈൻ ആയതുകൊണ്ട് 20 ദിവസം കൊണ്ടൊക്കെ കാരണം ചിലപ്പോൾ എക്സാം തീരാം. ആദ്യത്തെ 2 എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് ആദ്യത്തെ ഒരു ദിവസം റിലീസ് ആവാം, രണ്ടാമത്തെ പിറ്റത്തെ ഒരു ദിവസം പണി തീരാത്ത. അതായത് ഇങ്ങനെ അവരെവിടെയോ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്, റെഡി ആവുന്നതിനനുസരിച്ച് കൊടുക്കുന്ന പോലെ. അതുപോലെ തന്നെ മലബാറിൽ ഇപ്പം സപ്പോസ് കാലിക്കറ്റ് സെന്റർ, ഒരു 4 സെന്റർ കൊടുത്തൊരു കുട്ടിക്ക്, മലബാറിലൊരു കുട്ടിക്ക് തിരുവനന്തപുരം സെന്റർ കിട്ടുക, അതത് ജില്ലകളിൽ ചിലപ്പം പ്രശ്നം ഉണ്ടായേക്കാം. പക്ഷേ ആ 4 ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പം കേരളത്തിന്റെ പുറത്തു പോലും സെന്റർ കിട്ടുക, എന്നിട്ട് ഈ സെന്ററിലുള്ള വിവരം ചിലപ്പോൾ കുട്ടികൾ 2-3 ദിവസം മുമ്പൊക്കെ ആയിട്ട്, അതായത് ട്രെയിനിന്റെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും അവർക്ക് ഉണ്ടാവാതിരിക്കുക. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യം അപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്തും ആദ്യത്തെ കുറച്ച് ദിവസം വെബ്സൈറ്റ് ഹാങ് ആവുക, എന്നിട്ട് എല്ലാ പ്രാവശ്യവും അവസാന ദിവസം വീണ്ടും ഹാങ് ആവുന്നത് കാരണമായിട്ട് പല പ്രാവശ്യങ്ങളും അവസാന ഡേറ്റ് നീട്ടിവെക്കുക. ഓക്കെ, എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട്. അങ്ങനെ പല രീതിയിൽ ഇതൊരു കെയർലെസ്നെസ് ആയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട്. പറഞ്ഞൊരു പോയിന്റ് എനിക്കും ഉള്ളൊരു ഒബ്സർവേഷൻ, നോൺ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സാം,
അൾട്ടിമേറ്റ്ലി സ്റ്റുഡൻസ് 1000-2000 ഒക്കെ പേ ചെയ്തിട്ടാണ് ഈ പരീക്ഷകളൊക്കെ നടത്തുന്നത്. പക്ഷേ സ്റ്റുഡൻസിന്റെ ഒരു കൺവീനിയൻസിനോ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സാം എഴുതുമ്പോൾ ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ലെവൽ ഓഫ് കംഫർട്ട് ഉണ്ടാവുമല്ലോ, ആ കംഫർട്ടിന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള എക്സാം നടത്തിപ്പ്. അത് NTA മാത്രമല്ല, ഇത്തവണ കേരള എൻട്രൻസിൽ നമ്മൾ കണ്ടു ഈ പറഞ്ഞ അതേ സംഭവം. എറണാകുളത്തുള്ളവർക്ക് വയനാട് സെൻറ്റർ, അതേപോലെ കാസർഗോഡുള്ളവർക്ക് കോട്ടയം സെൻറ്റർ, അത് വെറും 4 ദിവസം മുമ്പ് അത് സ്റ്റുഡൻസിനെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മുടെ ഒരു ബ്യൂറോക്രസി എന്നുള്ളത്, എസ്പെഷ്യലി എക്സാം നടത്തുന്ന ആളുകൾ തീരെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അല്ല, അല്ലെങ്കിൽ സ്റ്റുഡൻറ് സെൻട്രിക് അല്ല എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഓക്കെ, ഇപ്പോൾ അനീസ് സാറിന് സ്ഥിരമായി കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ, എസ്പെഷ്യലി ഈ ഒരു ക്യാൻസലേഷന് ശേഷം എന്തായിരുന്നു ആസ്പിറൻസിന്റെ ഒരു റിയാക്ഷൻ? ഇതിൽ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അതോറിറ്റീസ് പലരും കരുതുന്ന ഒരു കേസ്, അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും എക്സാം ക്യാൻസലായി ഇത് വീണ്ടും നടത്തിയ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. അതെ, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് നെറ്റിനൊക്കെ കുറച്ചുകൂടി മെച്ചേർഡ് ഓഡിയൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് പൂർണ്ണമായിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റുഡൻസ് ആയിരിക്കില്ല, ഫുൾ ടൈം സ്റ്റുഡൻസ് ആയിരിക്കില്ല. ഒരേ സമയം അവർ മറ്റൊരു ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരിക്കും, അതേസമയം ഒരു മദർ ആയിരിക്കും, ഒരു ഫാദർ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഓൾറെഡി എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നെറ്റ് എക്സാം എഴുതാൻ വരിക. അപ്പോൾ അവരെ ലൈഫിൽ പലതും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ഈ എക്സാമിന് വന്നിട്ടുണ്ടാവുക. ഉദാഹരണമായിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പല ആളുകളും അവരുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട പ്രൊഡക്റ്റീവ് ടൈം മാറ്റിവെച്ച്, അതായത് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല, ദിസ് ഈസ് ഇതോടുകൂടി കഴിഞ്ഞു. പല ആളുകളും അവരുടെ ചില ദൂരസ്ഥലങ്ങളിൽ പോയിട്ട് ലോഡ്ജ് എടുത്ത് ഫ്ലാറ്റ് എടുത്തിട്ട് താമസിച്ച് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള കുറെ സാക്രിഫൈസ് എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ തിരിച്ചു വരും, ഇവർ ഈ എക്സാം എഴുതുന്നത്. എന്നിട്ടൊരു എക്സാം എഴുതി മാറ്റി വെക്കുമ്പോൾ ഇതിൽ പലർക്കും സത്യം പറഞ്ഞാൽ ഇനിയൊരു ഓപ്ഷൻ ഇല്ല. എക്സാം നടത്തുന്നവർക്ക് ഇനി ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും എക്സാം ഇപ്പം ഇപ്രാവശ്യം നമുക്ക് ആൻസർ കീ കൂടി, നമ്മളെ പ്രൊഫഷണൽ ആൻസർ കീയിലൊക്കെ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആൻസർ കീയിലൊക്കെ ഉള്ള ഈ ഏറ്റവും കൂടുതൽ സങ്കടം വന്ന കുട്ടികൾ ആരാന്ന് ചോദിച്ചാൽ, അവർക്ക് ഇപ്രാവശ്യം എക്സാം എഴുതിയിട്ട് അവരുടെ മാർക്ക് വെച്ചിട്ട് അവർക്ക് ഓൾമോസ്റ്റ് JRF കൺഫേംഡ് ആണ്. JRF കൺഫേംഡ്. അവരുടെ ഒരുപാട് കാലത്തെ സ്വപ്നം അവർക്ക് സാധ്യമായിട്ടില്ല. പിറ്റേന്ന് പറയാണ് നിങ്ങളുടെ സ്വപ്നം സാധ്യമല്ല. മാത്രമല്ല ആ കുട്ടികൾക്ക് ഇപ്രാവശ്യം അവർ കൊടുത്ത പോലെയുള്ള എഫേർട്ട് ഇനി അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റണമെന്നില്ല. ദ ഡെത്ത് ഓഫ് ദോസ് ഡ്രീംസ് എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ഹൈലി ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ആണ് പലപ്പോഴും ഒരു എക്സാം പോസ്റ്റ്പോൺമെന്റിനെ കൊണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇത് ആണ് നമ്മൾ സീരിയസ് ആയി ഡിസ്കസ് ചെയ്യേണ്ട റിഗാർഡിങ് എക്സാം ക്യാൻസലേഷൻ, റാദർ ദാൻ ഇനി അതിന് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരുമോ, സെയിം ഹോൾ ടിക്കറ്റ് ആവുമോ എന്നുള്ളതിനേക്കാളെ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി അത്രയ്ക്ക് കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട് അന്നത്തെ ദിവസം പിറ്റത്തെ ദിവസമൊക്കെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, ഓക്കെ, അതുകൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന എൻഡ് ഓഫ് ദി ഡ്രീംസ് ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഓക്കെ, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇത് പോലും ഞാൻ ബേസിക്കലി ഇതുപോലും ഇന്നലത്തെ മീറ്റിങ്ങിൽ പോലും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ബേസിക്കലി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അവർ സ്റ്റുഡൻസ് ഓൺ അപ്പോളജി എന്ന് ഞാൻ പറയും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഓക്കെ, അതായത് അത് മന്ത്രിയോ അല്ല നമ്മളോ അല്ല ലീക്കാക്കിയത്. പക്ഷെ എന്നിരുന്നാലും ആ ലീഡേഴ്സിന്റെ കീഴിലുള്ള ഒരു ആസ്പെക്റ്റിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. എംപതൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രൂഷ്യൽ ആസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നത്. ഇപ്പോൾ നീറ്റ് ആയാലും നെറ്റ് ആയാലും ഒക്കെ ആ ഒരു എംപതൈസിങ് പോലും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വേണമെങ്കിൽ പരീക്ഷ നടത്തും, ഞങ്ങൾ നടത്തുന്ന പരീക്ഷ എഴുതിക്കോളൂ, നിങ്ങൾ വേണമെങ്കിൽ ജയിച്ചോളൂ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നീറ്റ് എക്സാമിലും പല കുട്ടികൾ റീനീറ്റ് വേണമെന്ന് പറയുന്നു. ഒരുപാട് സ്റ്റുഡൻസ് ഒരിക്കലും നടത്തരുതെന്ന് ആവശ്യപ്പെടുന്നു. രണ്ടു കൂട്ടരും തമ്മിലൊരു ഫൈറ്റൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി രണ്ടു കൂട്ടരുമായിട്ടും എനിക്ക് എംപത്തൈസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ചീറ്റ് ചെയ്തിട്ടില്ല. ചില ആളുകൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട ഒരു ചാൻസിനെ മറ്റാരോ ചീറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ, വേറൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് വളരെ കഷ്ടപ്പെട്ട് അവരെഴുതി അവർ സെക്യൂർ ചെയ്ത ഒരു മാർക്ക്, ഒരു അഡ്മിഷൻ, ഒരു കൺഫേംഡ് സീറ്റ് എന്നുള്ളതിന് വീണ്ടും ഒരു എക്സാമിലോട്ട് പോകുക എന്നുള്ളത് അവർക്ക് കൺസേണിങ് ആണ്. ഓക്കെ, രണ്ട് ഭാഗത്തും അതിൻ്റെതായിട്ടുള്ള ശരികളുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഇത് ചിന്തിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഈ ആസ്പിറൻസിനോട് ഫ്രം യുവർ എക്സ്പീരിയൻസ് വാട്ട് യു വാണ്ട് ടു ടെൽ?
ആദ്യമായിട്ട് പറയാനുള്ള ഒരു കേസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. അപ്പൊ പരമാവധി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പരിധിക്കപ്പുറം നമ്മൾ ബോധേഡ് ചെയ്യാതിരിക്കുകയാണ് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നല്ലത്. പക്ഷെ ഡെഫിനറ്റ്ലി അതിന്റെ സീരിയസ്നെസ്സിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നുള്ളൊരു കേസ്, 2 ടൈപ്പ് ഓഫ് ആളുകളാണ് ബേസിക്കലി ഇതിൽ ഉണ്ടാവുക. ഒന്ന് JRF ഉറപ്പായിട്ടുള്ള ആളുകൾ. അപ്പം ഞാൻ അവരോട് പറയാം, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന ഉറപ്പായിട്ടുള്ള നല്ല മാർക്ക് കിട്ടിയ നീറ്റ് ആവട്ടെ, റീടെസ്റ്റ് നടത്തുന്ന ഏത് എക്സാം ആവട്ടെ, അവരോട് ഞാൻ പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇത്രയധികം മാർക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ്. അതെ, നിങ്ങൾക്ക് ഒരിക്കലും ലീക്കായിട്ടുള്ള പേപ്പർ കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ റീടെസ്റ്റ് ഏറ്റവും പേടിക്കേണ്ടത്, ഓക്കെ, നെറ്റിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, ലീക്കായി പേപ്പർ കിട്ടിയവരാണെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. കാരണം ആ ഒരു പോസിറ്റീവ് ആസ്പെക്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. ഇനിയും എക്സാം നടത്തിയാലും നിങ്ങൾ പഠിച്ച ഇൻഫോർമേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്. എക്സാമെ റീസെറ്റ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ ബ്രെയിന് റീസെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇനിയും നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ്. ജസ്റ്റ് ആ ബൗണ്ടറിയിൽ ആളുകളോട് പറയാനുള്ളത്, ദിസ് ഈസ് യുവർ ചാൻസ്. നിങ്ങൾക്ക് ആൻസർക്ക് നോക്കിയപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഒരു 2-3 ചോദ്യം കൂടി ഞാൻ ശരിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ക്വാളിഫൈഡ്. ദിസ് ഈസ് യുവർ ചാൻസ് എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ആസ്പെക്ടിൽ നമുക്ക് മേ ബി എടുക്കാം. അതായത് വി ഹാവ് ടു മൂവ് ഓൺ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ ബുദ്ധിമുട്ടുകളെയും സംഭവങ്ങളെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവസാനം എന്നുള്ള രീതിയിൽ മാത്രമാണ് അത് പറയുന്നത്. അതല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. നമുക്ക് കൺട്രോളിൽ വെക്കാവുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് എല്ലാ ആസ്പിറൻസും, നീറ്റ് ആവട്ടെ നെറ്റ് ആവട്ടെ. വൺസ് എ ഡിസിഷൻ ഈസ് മെയ്ഡ്, നെറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഡിസിഷൻ മെയ്ഡ് ചെയ്തു, നീറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടില്ല. വൺസ് എ ഡിസിഷൻ ഈസ് മെയ്ഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഹാവ് ടു മൂവ് ഓൺ. ആ മൂവ് ഓൺ ചെയ്യുന്നിടത്ത് ഒരു നന്മ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കരുതിയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. റൈറ്റ്. ഇൻ ജനറൽ നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷന്റെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച്, അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള നീറ്റ് JEE പോലത്തുള്ള ടെസ്റ്റുകൾ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഞാനടക്കം ചാനലുകളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന് ബിയോണ്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PhD അഡ്മിഷൻസ്, PG അഡ്മിഷൻസ്, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ ഹാൻഡ്ലിങ്ങിൽ വലിയൊരു കൺസേൺ നമുക്ക് തോന്നേണ്ട ഒരു സമയമായിട്ട് റീസെൻ്റ്ലി മേ ബി എനിക്ക് ഒന്നുകൂടി ഫീൽ ചെയ്ത് കഴിഞ്ഞൊരു 1-2 വർഷങ്ങളിലൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷനിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കപ്പെടുന്നത് ഒരു ടേബിളിൻ്റെ ചുറ്റും കൂടിയിരുന്നിട്ട് 2-3 ആളുകളാണെന്നുള്ളതാണ്. ഇന്ത്യ പോലെയുള്ള കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടാവുന്ന ഒരു രാജ്യത്താണ് ഈ തീരുമാനം എടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ഉദാഹരണം പറയാൻ പറ്റും. നമുക്കിപ്പോഴും 4 ഇയർ ഡിഗ്രി എന്നുള്ളത് NEPയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക്, ടീച്ചേഴ്സിന്, നമുക്ക് സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. അതെ, ഓക്കെ, ഡെഫിനറ്റ്ലി ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ട് മതിയായിരുന്നില്ല. മേ ബി ത്രൂ ഔട്ട് വേൾഡിൽ 4 ഇയർ ആയിരിക്കും, അതായിരിക്കും സിസ്റ്റം. ഞാനും പേഴ്സണലി 4 ഇയർ ഡിഗ്രിക്ക് എതിരൊന്നുമല്ല, പക്ഷേ കൺസെപ്റ്റ് എനിക്കും വളരെ നന്നായി തോന്നി. പക്ഷെ അതിന് ഇനിയിപ്പം 3rd ഇയർ എന്താവുക, 4th ഇപ്പം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ പലരും ഇത് കാണുന്ന ഒരു ഡിഫറെൻറ്റ് ആംഗിളാണ്. അതായത് ഇപ്പൊ 3rd ഇയറിലുള്ള കോൺസെപ്റ്റ് 4th ഇയർക്ക് അങ്ങ് നീട്ടി, എന്നിട്ട് 4th ഇയറിൽ കുറച്ച് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കുറെ ഫ്രീ ആയിരിക്കും, അധ്യാപകരുടെ ഹവേഴ്സ് കുറവായിരിക്കും, റിക്രൂട്ട്മെന്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ അതാണ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. അപ്പം 4 ഇയർ ഡിഗ്രിയുമായിട്ടുള്ള പല തീരുമാനം. ഇപ്പൊ നെറ്റിലേക്ക് തന്നെ വരാം. PhD അഡ്മിഷന് ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഇനി നെറ്റ് എക്സാം തന്നെ ആയിരിക്കും, നെറ്റ് എക്സാമിന്റെ മാർക്കായിരിക്കും എന്നുള്ള ഡിസിഷൻ. 4 ഇയർ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ ഉള്ള സ്റ്റുഡൻസിന് ഇനി 8th സെമസ്റ്ററിലുള്ള സ്റ്റുഡൻസിന് ഇനി നെറ്റ് എക്സാം എഴുതാവും എന്നുള്ള തീരുമാനം. ആ തീരുമാനത്തിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ അതോടുകൂടി PGയുടെ സിഗ്നിഫിക്കൻസ് തന്നെ ഇല്ലാണ്ടാവാണ്. അല്ലെങ്കിൽ PG JRF പോകും. അതുപോലെ തന്നെയുള്ള ഒരു ആസ്പെക്ട് ആണ് 4 ഇയർ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ജോഗ്രഫിയിൽ UG കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് UG കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിലും നെറ്റ് എഴുതാം. ഇങ്ങനെയുള്ള കുറെ തീരുമാനങ്ങളുണ്ട്. മേ ബി തീരുമാനങ്ങളുടെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ ഇത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, സ്പെസിഫിക്കലി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഇംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന തീരുമാനങ്ങളാണ്. ഇത് ശരിക്കും എടുക്കേണ്ടത് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് വിശദമായ പഠനങ്ങൾ നടത്തി ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, professors, college teachers, educational experts, students, maybe students political organizations, students associations, ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ അഭിപ്രായങ്ങൾ സീക്ക് ചെയ്തുകൊണ്ട് ഒരു കൂടി ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഒക്കെ ഇറക്കിയിട്ട് ഫർദർ ഡ്രാഫ്റ്റിൽ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അമെൻഡ് ചെയ്തിട്ട് മതിയായ സമയം എടുത്തിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. മറിച്ച് ഇത് ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതിൽ പറഞ്ഞ പലതും നമ്മൾ തന്നെ അറിയുന്നത് ഒരു ട്വീറ്റിലൂടെയാണ്. അതെ, ഇനി തൊട്ടിട്ട് NTA മാർക്കിലൂടെയാണ് PhD, ഇനി തൊട്ടിട്ട് ഇതാണ് ഇവർക്കും ഇത് എഴുതാം എന്നുള്ളതൊക്കെ നമ്മൾ ട്വീറ്റിലൂടെയാണ് നമ്മൾ അറിയുന്നത് പോലും.
അതായത് അതിന്റെ ഒരു ഒതന്റിസിറ്റി ആ ടീച്ചർ ഡിലീറ്റ് ആക്കി ആ സംഭവമല്ല ഇനീഷ്യൽ ആ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഈ പേപ്പർ ലീക്കേജ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിൻഡിക്കേറ്റ് മാഫിയ ഒക്കെ ഇതിൽ പ്രവർത്തിക്കുന്നവർ കാണുന്നതും. കാരണം വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട് തീരെ തോട്ട് പ്രോസസ്സ് കൊടുക്കാതെ കൊടുക്കുന്ന ഡിസിഷൻസിനെ മേ ബി ഈ പറഞ്ഞ പോലെ അതിന്റെ മെറിറ്റ് നമ്മൾ മേ ബി ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് മെറിറ്റ് ചോദ്യം ചെയ്യേണ്ട ആവശ്യങ്ങൾ പലതിലും ഉണ്ടാവാം. പക്ഷെ അതിന്റെ മെറിറ്റിലോട്ട് നമ്മൾ കടന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരം ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തെ വളരെ ബാഡ് ആയിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതിന്റെ ഇൻഫോർമേഷനും ഭയങ്കര പ്രശ്നമാണ്. ഇൻഫോർമേഷൻ അവർ ഡിസമിനേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം ടീറ്റിലാണ് പലതും വരുന്നത്. പിന്നീട് ആളുകൾക്ക് ഇതിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ട്വീറ്റ് ക്യാൻ ബി ഈസിലി മാനിപ്പുലേറ്റഡ്. ഇതൊന്ന് പോയി നോക്കിയിട്ട് ഇവരെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പോയും പലതിൻ്റെയും ഒരു വിവരമില്ല. ഡെഫിനറ്റ്ലി ഒരു കാര്യം തീരുമാനിച്ചു, അത് വെബ്സൈറ്റിലൊക്കെ ഇൻഫോം ചെയ്തു, നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടു, ഇത് പബ്ലിക്കിലേക്ക് അറിയിക്കാൻ ഇന്നത്തെ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് എക്സ് അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. പക്ഷേ ഫസ്റ്റ് തന്നെ അതിൽ മാത്രമായിട്ട് കാര്യങ്ങൾ വരുമ്പം ആളുകൾക്ക് തന്നെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ബേസിക്കലി സോഷ്യൽ മീഡിയ ഓരോരുത്തർക്ക് വേണ്ടെന്നുള്ളത് അവരുടെ ചോയ്സാണ്. MTA നെറ്റ് എഴുതുന്ന ഒരുവിധം കുട്ടികൾക്കൊക്കെ ഈ ഒറ്റ പർപ്പസിന് വേണ്ടിയിട്ട് ടീച്ചർ ഉണ്ടാവും, എക്സ് ഉണ്ടാവും, ഒറ്റ പർപ്പസിന് വേണ്ടി. എന്നിട്ട് അവർ UGC ചെയർമാനെയും 2-3 ആളുകളുണ്ട് ഇത് മാത്രം ഫോളോ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതുപോലും ഒരു ലാക്ക് ഓഫ് സീരിയസ്നെസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. വെബ്സൈറ്റിൽ വരാതെ അതിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു നെറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു സൈബർ ക്രൈം ആയിട്ടാണ് അതിനെ കണ്ടത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണല്ലോ, അങ്ങനെ ആയിരിക്കും. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത്തവണ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് മോഡിലോട്ട് പോയി എന്നുള്ളത്. എന്തായിരുന്നു ഇത്തവണ CBT പെൻ ആൻഡ് പേപ്പർ മോഡ് ടെസ്റ്റിലോട്ട് പോകേണ്ട? അത് ഇത്തരത്തിലുള്ള ഡിസിഷൻ ആയിരുന്നു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോൺ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ഡിസിഷൻ ആയിരുന്നു. അതായത് പെട്ടെന്നൊരു ദിവസം അതായത് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ എക്സാമിന്റെ എത്ര ദിവസം? ഏകദേശം ഒരു 1.5 മാസം മുമ്പൊക്കെ, അതായത് ഒരു ഏപ്രിൽ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 1-2 മാസം ആ മുമ്പാണ് നമ്മളും അറിയുന്നത് ഇത്. അതും നമ്മളെങ്ങനെ അറിയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ട്വീറ്റിലൂടെയും ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുമ്പോഴേക്കാണ് നമ്മളത് അറിയുന്നത്. ഇതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ സംബന്ധിച്ച് എസ്പെഷ്യലി കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് OMR കുട്ടികളെ സംബന്ധിച്ച് ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ അവർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എക്സാം എഴുതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന പ്രശ്നം OMR ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി. ശരിക്കും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇത് ആദ്യമേ അവസരം കൊടുത്തിട്ട് മേ ബി വിൽ ബി പ്രാക്ടീസിങ് OMR ഫ്രം ദ നെക്സ്റ്റ് ടേം ഓൺവേർഡ്സ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് ഇവർ പറയണം. അങ്ങനെ പോലും. ഇനി രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഇപ്പം എന്ത് ഡിസിഷൻ എടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന സീരിയസ് ഡിസിഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്കിൻ്റെ ക്ലാരിറ്റി സ്റ്റുഡൻസിന് കൊടുത്താൽ നന്നാവും. ദ അതോറിറ്റി ഹാസ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്, എസ്പെഷ്യലി ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ. ഇന്നലെ മന്ത്രിയോട് ഇതേ ചോദ്യം ചോദിച്ചു, ഏതൊരു മീഡിയയുടെ ആൾ. മന്ത്രി പറഞ്ഞൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഓൺലൈൻ എക്സാം നടത്തുക എന്നുള്ളത് ഒരു മോഡ് ഓഫ് ഇന്ത്യയിൽ പ്രൂവ് ചെയ്യപ്പെട്ട ഒരു എക്സാമിനേഷൻ സിസ്റ്റമാണ് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ OMR എന്നുള്ളത് ഒരു പ്രൂവൻ സിസ്റ്റമാണ്, നീറ്റ് ഉൾപ്പെടെ 3 വർഷങ്ങളിലും. അപ്പോൾ ഇതിൽ ഏതാണ് നടത്തേണ്ടതെന്നുള്ളത് അത് സമയത്ത് ഏജൻസി തീരും. എന്നിട്ട് മന്ത്രി പറയുന്ന രസകരമായ എക്സാമ്പിൾ, വി കാൻ സേ വിച്ച് വൺ ഈസ് ബെറ്റർ, ആപ്പിൾ ഓർ ഓറഞ്ച്. ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ ബെറ്റർ? എല്ലാ എക്സാംസും പേപ്പർ ആൻഡ് പെന്നിൽ നിന്ന് CBTയിലോട്ട് മാറുന്ന ഒരു കാലഘട്ടം. ഒരു സിമ്പിൾ കമ്പാരിസൺ പോലും എനിക്ക് സ്റ്റുഡൻസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ബോത്ത് ആർ ഡിഫറെന്റ് തിങ്സ് എന്നുള്ളത് അതാണ് അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തത്. സോ യു ഫീൽ ലൈക്ക് ദിസ് ഈസ് കൈൻഡ് ഓഫ് ആൻ ഓർഗനൈസ്ഡ് ക്രൈം, റൈറ്റ്? ഇതൊരു അതായത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബേസിക്കലി പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ മുൻവർഷങ്ങളിലും ലീക്ക് എക്സാമുകൾ എല്ലാ കാലത്തും അപൂർവങ്ങളായിട്ടെങ്കിലും ലീക്ക് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുപ്പത്തിൽ തൊട്ട് തന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ PSC ആവട്ടെ, ചില എക്സാമുകളാവട്ടെ അപൂർവമായിട്ട്. SLC കുറച്ച് മുമ്പ് ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ടെന്നൊക്കെയാണ് എനിക്ക് ഓർമ്മ. പക്ഷെ അത് മുൻപൊക്കെ ഉണ്ടായിരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് മുൻപ് ഉണ്ടായിരുന്നത് ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡീൽ ചെയ്യുന്ന ഒരാൾ അയാളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ മേ ബി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം അറസ്റ്റ് പ്രസ്സിലുള്ള ഒരാളാവാം. അങ്ങനെ ഒരാൾ ലീക്കാക്കിയിട്ട് ചിലപ്പോൾ അയാളുടെ മക്കൾക്കോ കസിനോ, കൂടുതലും അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പരിചയത്തിലുള്ള ഒരാൾക്കോ കച്ചവടത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല കൂടുതൽ കേട്ടിട്ടുള്ളത്, ലീക്കാവുന്നൊരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ പ്രത്യേകം എന്താ വെച്ചാൽ ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഹോം മിനിസ്ട്രിയാണ് ഇത് ക്യാൻസൽ ചെയ്യാൻ പറയുന്നത്. ഹോം മിനിസ്ട്രിയുടെ സൈബർ ക്രൈം പ്രിവെൻറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അത് ഡാർക്ക് വെബിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഇത് മനസ്സിലായി എന്നുള്ളതാണ്.
ഈ ഡാർക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിനും നമുക്കൊന്നും അറിയാത്തൊരു സംഭവമാണ്. ഐ മീൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഒരു അൺഓതറൈസ്ഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു നോർമൽ സിസ്റ്റം, ഒരു പബ്ലിക്കിന് നോർമലി ആക്സസ് ഇല്ലാത്തൊരു സംഭവമാണ്. ഈവൻ ദോ ഇറ്റ് ക്യാൻ യൂസ്ഡ് ഫോർ ബോത്ത് ലീഗൽ ആൻഡ് ഇല്ലീഗൽ, മെജോറിറ്റി ഇല്ലീഗൽ ആസ്പെക്ടുകൾക്കും ക്രിമിനൽ ആസ്പെക്ടുകൾക്കും യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനെറ്റിന്റെ മറ്റൊരു വശമാണ് ഡാർക്ക് നെറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയം നമുക്കുള്ളൂ. അപ്പൊ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പം അവിടെയൊക്കെ ഇത് നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ സെല്ലിങ്ങും സംഭവങ്ങളൊക്കെ കൂടുതലൊക്കെ അവിടെ നടക്കുന്നത്. ഇറ്റ് സീംസ് ടു ബി ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ഇറ്റ്. ഒരുപാടില്ലെങ്കിലും ഒന്നിലധികം ആളുകൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്, അറ്റ്ലീസ്റ്റ് ഡാർക്ക് നെറ്റിനെ കുറിച്ച് അറിയുന്ന ആളുകൾ. ഓക്കെ, അവരും ഈ പറയപ്പെടുന്ന എക്സാം നടത്തുന്ന ഏതൊക്കെയോ ആളുകളും തമ്മിൽ എവിടെന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് എസ്പെഷ്യലി ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ട്രാൻസ്ലേഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രിന്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ലീക്ക് ആവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യം. ആസ് എ പേപ്പർ ടോട്ടലി അത് ലീക്കായി അത് മാച്ച് ചെയ്തിട്ട് എക്സാക്ട് സെയിം തിങ് ഇഫ് ഇറ്റ്സ് കമ്മിങ്, അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്രൈം ആയിട്ട്. ഇപ്പോൾ ഇന്ത്യയിലൊരു എക്സാം സിസ്റ്റം മുഴുവൻ ഇപ്പോൾ നമുക്ക് കാണുന്ന ഇപ്പോൾ നീറ്റ് എക്സാമിന്റെ ഇപ്പോൾ ഗോദ്രയിലെ ഒരു സെന്ററിൽ ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും കർണാടകയിൽ നിന്നും ആളുകൾ വന്ന് എക്സാം എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ someone in NTA is facilitating that, right? അല്ലാതെ ഒരാൾക്ക് സെന്റർ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. JEE എക്സാം റഷ്യൻ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് റിമോട്ട് കൺട്രോൾ ഏറ്റെടുത്തിട്ട് അവർ എക്സാം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ someone should facilitate that center. ഇതിന് ഒരു കൃത്യമായൊരു മാഫിയ ഉണ്ട്. ഇൻ എ വേ ഇറ്റ്സ് ഗുഡ്. നമ്മൾ പല കാരണങ്ങളാൽ എനിക്ക് തോന്നിയൊരു ആസ്പെക്ട് പറയാം എന്തുകൊണ്ട് ഇതിപ്പോൾ വിവാദമായി. അത് നീറ്റ് എക്സാമുമായി ചുറ്റിപ്പറ്റിയിട്ടാണ്. ചിലപ്പോൾ ഇല്ലെങ്കിൽ നെറ്റ് പോലും ഈ ക്യാൻസൽ ചെയ്ത പോലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു സിഗ്നിഫിക്കൻസും ആളുകൾ കൊടുക്കുന്നുണ്ടാവില്ല, റൈറ്റ്? നീറ്റ് എന്നുള്ളത് 25 ലക്ഷം കുട്ടികളുടെയും അവരുടെ പാരൻസിന്റെയും 3x ഒരു 1 crore ആളുകളെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. നെറ്റ് എപ്പോഴും ഈ പറഞ്ഞ പോലെ 10 ലക്ഷത്തിൽ നിൽക്കുന്നതാണ് എന്നുള്ള ഒരു പ്രശ്നം നെറ്റിനും ജെയ്ക്കും ഒക്കെ ഉണ്ട്, റൈറ്റ്? അപ്പോൾ അത് ഇന്നവേ നമ്മൾ ഇത്രയും കാലം കാണാത്ത ഒരുപാട് സാധനങ്ങളെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു നല്ലൊരു സംഭവമായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതായത് ഇപ്പൊ ഇതിൽ തന്നെ പറഞ്ഞ പോലെ നീറ്റിന്റെ കേസിൽ തന്നെ ഈ ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ നോട്ട് ചെയ്യില്ല. കാരണം അതൊരു പേപ്പർ ലീക്ക് ചെയ്ത് പലപ്പോഴും നമ്മൾ പല ന്യൂസിലും കേൾക്കുന്നതാണ്, അത്ര ഉണ്ടാവും. മറ്റത് അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ദിസ് ഈസ് എ സീരിയസ് തിങ് എന്ന് മനസ്സിലായത്. അതിന്റെ പ്രൊസീഡിംഗ് ആയിട്ട് അത് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നെറ്റിന് പോലും കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റർമാർ അതൊക്കെ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നത് പോലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഭാഷയിൽ പറഞ്ഞ എല്ലാം കലങ്ങി തെളിയുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. ദിസ് മേ ബി എ സം സോർട്ട് ഓഫ് വാട്ടർഷെഡ് മൊമെന്റ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഇൻ ഇന്ത്യൻ കമ്പറ്റീറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡഡ്. ഇപ്പൊ എങ്ങനെയാണോ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളവരും പുറത്തുള്ള ആളുകളും ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത് പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുന്നില്ലെങ്കിൽ, അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സിസ്റ്റം റെഡി ആവുന്നത് വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഈ സമരങ്ങളും പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു അതാണ് ഞാൻ സീരിയസ്ലി ബിലീവ് ചെയ്യുന്നത്. അടുത്ത വർഷം കൂടുതൽ ക്വാളിറ്റി ഇല്ല, കുറച്ചുകൂടി എന്താ പറയാ കുട്ടികൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. കാരണം കുട്ടികൾ പ്രതിഷേധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, ആളുകൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്നുള്ളത് ഇതിലെ മേ ബി വളരെ ഇന്നലെ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു വളരെ അപ്പൊളിറ്റിക്കലായി നിന്നിരുന്ന ഒരു ക്ലാസ് ഓഫ് ആളുകൾ ഇപ്പൊ എന്തായിരുന്നു ഇതിനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എടുത്ത് അജിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഇതിന്റെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം. അതോടൊപ്പം തന്നെ ഈവൻ പൊളിറ്റിക്കൽ ആളുകളും ഇപ്പൊ മുമ്പും രാഷ്ട്രീയക്കാരൊന്നും വാട്ട് എവർ ദ പാർട്ടീസ് നീറ്റിനെ കുറിച്ചും നെറ്റിനെ കുറിച്ചും ഇതിന്റെ ലീക്കിങ്ങിനെ കുറിച്ചൊന്നും അധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വാട്ട് എവർ ഓക്കെ, ഇപ്പം അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ബേസിക്കലി ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ നമുക്ക് നടത്തേണ്ടത് ഒരു ട്രാൻസ്പെറന്റ് എക്സാം ആൻഡ് ഫെയർ എക്സാം ആണ് എന്നുള്ളതിലേക്ക് ദിസ് വിൽ ബി എ ബിഗിനിങ് എന്നുള്ള ആസ്പെക്ട് ആണ് എനിക്കും ഫീൽ ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, അത്തരം ഹോപ്സുമായിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ തൽക്കാലം എൻഡ് ചെയ്യാമെന്ന് തോന്നുന്നു. ആസ്പിറൻസിനോട് അനീസ് സാർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. റൈറ്റ്, ദർ ആർ തിങ്സ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. പക്ഷേ നമ്മൾ ഇത്രയും കാലം ചെയ്ത ഹാർഡ് വർക്ക് നമ്മുടെ ബ്രെയിന് അത്ര പെട്ടെന്ന് റീസെറ്റായി പോകുന്നില്ല. നമുക്കൊക്കെ മറന്നുപോയി എന്ന് തോന്നിയാലും അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി മേ ബി എനിക്കൊരു ഓർമ്മയുള്ള ഒരു ഇൻസിഡൻറ്റ്, എൻ്റെ വൈഫ് നീറ്റ് PG എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാം പറഞ്ഞ ഒരു പ്രാവശ്യം മാറ്റി നന്നായി പഠിച്ചിങ്ങനെ വന്ന് ഹോൾ ടിക്കറ്റ് വരെ ഇഷ്യൂ ചെയ്തതിന് ശേഷം 5 ദിവസം 2 ദിവസം 3 ദിവസമാണ് എക്സാമിനുള്ളത്. NTN അല്ല നീറ്റ് PG നടത്തുന്നത്, NMC ആണ്, എനിക്ക് ഓർമ്മയില്ല. എക്സാം ഇൻഡെഫിനിറ്റ് ആയിട്ട് പുഷ് ചെയ്യുന്നു. അന്ന് ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞു.
കാരണം എന്താ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. മക്കളെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി ടൈം എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയും എന്താ പറയാ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണല്ലോ എന്നുള്ളത്, റൈറ്റ്? സോ ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. എനിക്ക് പെട്ടെന്ന് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ബട്ട് ദാറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. നമ്മൾ കൂടുതൽ നന്മ അതിലൂടെ നമുക്ക് കൈവരും എന്ന് വിചാരിച്ച് നമ്മൾ പോസിറ്റീവ് ആസ്പെക്ട്സ് മാത്രം എടുത്ത് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. എനിവേ, താങ്ക്സ് ഫോർ ജോയിനിങ്. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് ആണ് ഇത്തരം ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് അനീസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.